ഹലോ ചങ്ങായിമാരെ, വെൽക്കം ബാക്ക് ടു മറ്റൊരു വ്ലോഗ്. അപ്പൊ ഇന്നത്തെ കഥ എന്നില്ലെങ്കിൽ നമ്മ ഇന്നുള്ളത് ടിപ്പുവിന്റെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ ഇറങ്ങിയ ഉടനെ തന്നെ അൻസിന് കോടീശ്വരനാവണം. എന്നാ പിന്നെ എങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 കോടി എടുത്തു കേസ്. ഇപ്പൊ ഞങ്ങൾ കോടീശ്വരന്മാരാട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ ചങ്ങായിന്റെ ഫ്ലാറ്റിലോട്ട് പോവാണ് കേസ്. ഫ്ലാറ്റിലായതുകൊണ്ടാന്ന് അറിയില്ല കേസ്, അൻസിയുടെ എത്തിയപ്പോ തന്നെ ഫ്ലാറ്റ് ആയിട്ട് അത് കേട്ട ഉടനെ തന്നെ ചെക്കൻ അടിച്ചിനാവും. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോ നേരെ പോകുന്നുള്ളത് പാലക്കാടിന്റെ സ്വന്തം പാലക്കാട് ഫോർട്ടിലോട്ടാണ്. അതായത് ടിപ്പു സുൽത്താന്റെ കോട്ടയിലോട്ട്. ഇവിടെ അകത്തോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് വേണം ഗൈസ്. 25 റുപ്യാണ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത്. അങ്ങനെ അവിടുന്ന് 2 ടിക്കറ്റും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് പോവാണ് ഗൈസ്. കോട്ടയുടെ പുറത്തുനിന്നുള്ള വ്യൂ അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അകത്തോട്ട് പോകുന്ന സമയത്ത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് നമുക്ക് ആദ്യം കാണാം. വർഷം 1766 ഈ കോട്ട നിർമ്മിതമാകുന്നത്. ഇവിടെ ചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന കല്ലുകളുടെ ഒരു മ്യൂസിയമും ഉണ്ട് ഗൈസ്. ആള് ഇത്രത്തോളം ഇടപെടുന്നു വിചാരിച്ചില്ല ഗൈസ്. അമ്മാതിരി വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ വെയിൽ സഹിക്കാൻ പറ്റാത്തോണ്ട് തന്നെ അപ്പുറത്തുള്ള പാർക്കിലോട്ട് പോവാന്ന് വിചാരിച്ചു. ഇവിടെ വെയിലിന് കുറവുണ്ട് കേസ്, പക്ഷെ നല്ല ബോറടി ആയിരുന്നു. പിന്നെ ഇവിടെ ആകെ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ നമ്മളും കുട്ടികളാണല്ലോ, അതുകൊണ്ട് തന്നെ എടുത്ത ഊഞ്ഞാലെല്ലാം ആടി വൈബ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതും ബോറടിച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങി കഴിക്കാന്ന് വിചാരിച്ച് നല്ല ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു ഗൈസ്. നല്ല തമിഴ്നാടൻ സ്റ്റൈലിലുള്ള ബിരിയാണി ആയിരുന്നു കേസ്, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇനി നേരെ നാട്ടിലോട്ട്. പാലക്കാടൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാന്ന് പറഞ്ഞു നിർത്തുന്നു. ബൈ.